എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം SSLC റീവാല്യുവേഷനാണ്. ഇന്ന് അഥവാ 15-ാം തീയതി മെയ് 15, 2026 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ SSLC ഫലം വരികയാണ്. എല്ലാ കുട്ടികൾക്കും ഏറ്റവും നല്ല ഗ്രേഡുകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. പൊതുവെ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ഇപ്രാവശ്യം A+ അതുപോലുള്ള ഗ്രേഡുകളൊക്കെ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും അല്പം കുറയും. പക്ഷെ അതൊരു മൊത്തത്തിലുള്ള ഒരു കുട്ടിക്ക് മാത്രമല്ല എന്ന് നിങ്ങൾ അറിയുക. എല്ലാ കുട്ടികളുടെയും കാര്യത്തിൽ അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം ഗ്രേഡ് കുറയുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ വരിക. ഇതിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ SSLC പരീക്ഷയുടെ ഗ്രേഡുകളൊക്കെ എന്ന് നിങ്ങൾ തിരിച്ചറിയാം. +1 അപ്ലിക്കേഷൻ കൊടുക്കണം, അവിടെ സെലക്ഷൻ കിട്ടണം, പഠിക്കണം, മുമ്പോട്ട് പോകണം, അങ്ങനെയാണ്. അല്ലാതെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഗ്രേഡ് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ടെൻഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല. രക്ഷിതാക്കളോട് അത് തന്നെയാണ് പറയാനുള്ളത്. പൊതുവെ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയ ഒരു വർഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുക, അത്ര മാത്രമേ പറയാനുള്ളൂ. എന്നാലും മോശമില്ലാത്ത ഒരു റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് റീവാലുവേഷനിലേക്ക് കടക്കാം. ഈ നമുക്ക് പ്രതീക്ഷിച്ച ഗ്രേഡ് കിട്ടിയില്ല എങ്കിൽ, അങ്ങനെയുണ്ടല്ലോ, ചില കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ട് അവർ വളരെ വലിയ ഒരു ഗ്രേഡാണ് പ്രതീക്ഷിച്ചത് എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഗ്രേഡ് അല്ലായിരുന്നു എനിക്ക് കിട്ടേണ്ടത്, ഇതിലും വലിയ ഗ്രേഡുകൾ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, ഞാൻ ഈ വിഷയത്തിൻ്റെ എല്ലാ ഉത്തരങ്ങളും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ ഗ്രേഡ് എനിക്ക് കിട്ടിയാൽ പോരാ എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് റീവാല്യുവേഷന് കൊടുക്കാം, അതായത് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. ആ അപേക്ഷയുടെ സർക്കുലർ ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് വരിക. ഒരു പേപ്പറിന് കഴിഞ്ഞ വർഷം വെച്ചിട്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്, 400 രൂപയാണ് ഫീസ്. അത് കൂടാനുള്ള സാധ്യതയില്ല. ഈ വർഷവും 400 രൂപ തന്നെയായിരിക്കും റീവാല്യുവേഷൻ. ഒരു പേപ്പറിന്റെ ഫീസ് കുറേ വർഷങ്ങളായിട്ട് 400 രൂപ തന്നെയാണ്. അപ്പോൾ അതിൽ A+ കിട്ടാൻ വേണ്ടി മാത്രമല്ല റീവാല്യുവേഷൻ കൊടുക്കുന്നത്. ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് E ഗ്രേഡാണ്. ആ E ഗ്രേഡ് മുതൽ A+ വരെയുള്ള ഏത് ഗ്രേഡുകാർക്കും റീവാല്യുവേഷന് കൊടുക്കാം. E മുതൽ E കൊടുക്കാം, D കൊടുക്കാം, D+ കൊടുക്കാം, C+ കൊടുക്കാം, C കൊടുക്കാം, B+, B, A+. ഇങ്ങനെ എല്ലാ ഗ്രേഡുകാർക്കും എന്ത് കൊടുക്കാം? ഈ റീവാല്യുവേഷന് നമ്മൾ അപേക്ഷിക്കാം, പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാം. എന്താണ് പുനർമൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ, എൻ്റെ പേപ്പർ രണ്ടാമത് ഒരിക്കൽ കൂടി നോക്കണം എന്ന് പറയുന്നതാണ് റീവാല്യുവേഷൻ. ശരി, എൻ്റെ പേപ്പർ പരീക്ഷ നന്നായിട്ട് എഴുതിയിരുന്നു, എനിക്ക് ഒന്നുകൂടി അത് മാർക്ക് കിട്ടിയത് പോരാ, ഒന്നുകൂടി നോക്കണം എന്നതിനുള്ള ഒരു അപേക്ഷയാണ് നമ്മൾ റീവാല്യുവേഷന് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. റീവാല്യുവേഷൻ അപേക്ഷിച്ചത് കൊണ്ട് നിങ്ങളുടെ ഗ്രേഡ് പുറകോട്ട് പോവില്ല. നിലവിൽ കിട്ടിയ ഗ്രേഡിൽ നിന്നും യാതൊരു കാരണവശാലും റീവാല്യുവേഷൻ നടത്തി കഴിയുമ്പോൾ പുറകോട്ട് പോവില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഫിസിക്സിന് നിങ്ങൾ 31 മാർക്കാണ് നിങ്ങൾക്കുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രേഡ് ഏതാ? A ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ ഇത് റീവാല്യുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് വിശദമായിട്ട് രണ്ടുപേരെ നോക്കുക. രണ്ടാമത് നോക്കുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ 29 എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് ഏതാ കൂട്ടുക? 31 തന്നെ പരിഗണിക്കുക, 29 പരിഗണിക്കില്ല. കുറഞ്ഞാൽ ആ കുറഞ്ഞ മാർക്ക് പരിഗണിക്കില്ല. അതുകൊണ്ട് 100% ഉറപ്പായിട്ട് ഞാൻ പറയാണ്, യാതൊരു കാരണവശാലും ഗ്രേഡ് കുറയുമെന്ന് ഓർത്തിട്ട് ആരും റീവാല്യുവേഷന് കൊടുക്കാതിരിക്കേണ്ട. അപ്പോൾ അതാണ് ഇത്. എല്ലാ കുട്ടികൾക്കുള്ള ഒരു ആശങ്ക ഇത് മാത്രമാണ്. റീവാല്യുവേഷന് കൊടുക്കുമ്പോൾ മാർക്ക് കുറയോ? ഇല്ല. ഇനി റീവാല്യുവേഷനിൽ ശരിക്കും അപേക്ഷ നമ്മൾ കൊടുത്ത് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആ റീവാല്യുവേഷന് ഈ മാസം മെയ് മാസത്തിൽ തന്നെ റീവാല്യുവേഷൻ നടക്കും.
2 അധ്യാപകരാണ്, ഒരു 3 ദിവസത്തെ പ്രോസസ്സേ ഉള്ളൂ. അത് സംസ്ഥാനത്തുടനീളം 3 ദിവസം കൊണ്ട് റീവാലുവേഷൻ തീരും. 2 അധ്യാപകരാണ് ഈ റീവാലുവേഷന് പേപ്പർ നോക്കുക. അങ്ങനെ 2 അധ്യാപകര് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ 2 അധ്യാപകർക്കും കിട്ടുന്ന മാർക്ക് അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്ത് സിസ്റ്റം അതിൻ്റെ ശരാശരി എടുക്കും. ഈ 2 പേരുടെയും ശരാശരിയാണ് എടുക്കുക. അപ്പോൾ ഒരാൾക്ക് നോക്കിയപ്പോൾ 30 കിട്ടി, വേറൊരാൾ നോക്കിയപ്പോൾ 32 കിട്ടിയാൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് 31ആണ്. അങ്ങനെ എടുക്കുക. ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് അധ്യാപകരോ ഒന്നും ചെയ്യുന്നതല്ല. സോഫ്റ്റ്വെയർ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത് നോക്കുക എന്ന് പറഞ്ഞാൽ 2 പേര് നോക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 31 കിട്ടിയ നിങ്ങൾ നോക്കുക, 31 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എ ഗ്രേഡാണ്. രണ്ടാമത് റീവാലുവേഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്ക് 35 എന്ന് വിചാരിക്കാം. 35 അപ്പോൾ എവിടെ എത്തി? നിങ്ങൾ A+ ആയി. അങ്ങനെയെങ്കിൽ ആ A+ നിങ്ങൾക്ക് അനുവദിച്ചു തരും. കുറഞ്ഞാൽ അത് പരിഗണിക്കില്ല, കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതലായിട്ട് പരിഗണിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ഇത് കുട്ടികളുടെ മാത്രം താല്പര്യം ആവണമെന്നില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ എന്ന നിലയിൽ രക്ഷിതാക്കൾക്ക് അറിയാം ഏകദേശം കുട്ടികൾക്കൊക്കെ ഏത് ലെവലിലുള്ള മാർക്ക് കിട്ടും. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ, റീവാലുവേഷന് കൊടുക്കാൻ ആഗ്രഹമുള്ള രക്ഷിതാക്കൾ ഉണ്ടാവും, അവർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് 9 വിഷയങ്ങൾക്കും റീവാലുവേഷന് കൊടുക്കാം. അതതിൻ്റെ ഒരു പ്രത്യേകത. എത്ര വിഷയങ്ങൾക്ക് കൊടുക്കാം എന്നില്ല. 10ാമത്തെ വിഷയമായ IT-ക്ക് റീവാലുവേഷൻ ഇല്ല. ബാക്കി 9 വിഷയങ്ങൾക്കും നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫീസ് അടയ്ക്കണം എന്നേ ഉള്ളൂ. എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ 9 വിഷയത്തിനും കൊടുക്കണമെങ്കിൽ 3904 36 3600 രൂപ വേണ്ടി വരും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഗ്രേഡ് കുറഞ്ഞാൽ, ഏതെങ്കിലും ഗ്രേഡ് മാറിക്കഴിഞ്ഞാൽ, മാറുക എന്ന് പറഞ്ഞാൽ മുമ്പോട്ടേ മാറുള്ളൂ, കൂടിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ പണം നിങ്ങൾക്ക് 400 രൂപ തിരിച്ചു കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി ആദ്യം അവന് D ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, D മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റീവാലുവേഷന് കൊടുത്തപ്പോൾ ആ കുട്ടിക്ക് D+ ആയി. അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ 400 രൂപ തിരിച്ചു കൊടുക്കും. ഏത് വിഷയത്തിനാണോ ഗ്രേഡ് കൂടിയത് അങ്ങനെയെങ്കിൽ. ഇനി വേറൊരു കുട്ടിക്ക് B+ ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്, റീവാലുവേഷൻ കഴിഞ്ഞു വന്നപ്പോൾ കുട്ടി A ആയി. അപ്പോഴും ആ കുട്ടിക്ക് 400 രൂപ തിരിച്ചു കിട്ടും. അതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുക, നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് B+ കിട്ടിയ കുട്ടി തൊട്ടടുത്ത ഗ്രേഡിലേക്ക് ആവണമെന്നില്ല പോകുന്നത്. ചിലപ്പോൾ നേരെ A+ലേക്ക് പോകാം. ഒരു B+ കിട്ടിയ കുട്ടി ഇനിയിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഒരു പേജ് പേപ്പർ നോക്കാൻ വിട്ടുപോയി, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. നമ്മളെല്ലാം ഇത് അധ്യാപകരും മനുഷ്യരാണല്ലോ, അവരെല്ലാം ഈ തെറ്റുകളൊക്കെ വീഴ്ചകളൊക്കെ സംഭവിക്കാം. ഏതെങ്കിലും സന്ദർഭവശാൽ ഒരു പേജ് നോക്കാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ 2 ഗ്രേഡ് അപ്പുറത്തേക്കായിരിക്കും ചാടുക. B+ ചിലപ്പോൾ A+ ആയിട്ട് മാറും. അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഗ്രേഡ് മാറിയില്ലെങ്കിൽ, ഗ്രേഡ് കുറയുന്ന പ്രശ്നമില്ല. ഗ്രേഡ് മാറിയിട്ടില്ലെങ്കിൽ, അതേ ഗ്രേഡ് തന്നെയാണെങ്കിൽ ആ പണം തിരിച്ച് കിട്ടുന്നതും അല്ല. ഇതാണ് റീവാലുവേഷനെ സംബന്ധിച്ച് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന നമ്മൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അത് നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ്മാഷിൻ്റെ അടുത്ത് കൊടുത്ത് അവിടെയാണ് ഈ 400 രൂപ അടയ്ക്കേണ്ടത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നോ അക്ഷയ സെൻറ്ററിൽ നിന്നൊക്കെയാണ് നമ്മൾ ചെയ്തതെങ്കിലും അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റ് എടുക്കാനോ ചെയ്തതിൻ്റെയും പൈസ മാത്രം അവിടെ കൊടുത്താൽ മതി. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ 400 രൂപ വെച്ചുള്ള ഓരോ വിഷയത്തിനുള്ള ഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പഠിച്ച സ്കൂളിലെ ഹെഡ്മാഷിൻ്റെ അടുത്താണ് അടയ്ക്കേണ്ടത്. പിന്നെ അടുത്ത അതാണ് പറയാനുള്ളത്. റീവാലുവേഷനെ കുറിച്ചുള്ള സംശയങ്ങൾ വേറൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ അടുത്ത വീഡിയോ ഫോട്ടോസ്റ്റാറ്റ്, റീവാലുവേഷൻ, ഫോട്ടോസ്റ്റാറ്റ്, സൂക്ഷ്മ പരിശോധന, അത് എങ്ങനെ അപേക്ഷിക്കാം, ഇത്തരം കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, റീവാലുവേഷന് കൊടുക്കാൻ താല്പര്യമുള്ളവർ, നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ
കൂടുതൽ വിഷയങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, 2 വിഷയത്തിന് വേണ്ടി അത് കൊടുക്കാം, 1 വിഷയത്തിന് വേണ്ടി അങ്ങനെ കൊടുക്കാം, 3 വിഷയത്തിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് പല തവണയായിട്ട് ചിലപ്പം കയറില്ല. ആദ്യമേ തീരുമാനിക്കുക എത്രയാണ്. ഏതായാലും പ്രിൻ്റ് ഔട്ടൊക്കെ നമ്മൾ SLC റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ അതൊന്ന് പഠിക്കുക. മാർക്ക് നിങ്ങളുടെ ഗ്രേഡുകളൊക്കെ എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം കൊടുത്താൽ മതി. വെറുതെ നമ്മൾ കിട്ടൂല എന്ന് ഉറപ്പുള്ളതിന് ഒരു എന്നാ ഒന്ന് കൊടുത്തു വെക്കാൻ കൂടട്ടെ എന്ന് ചിന്തിക്കേണ്ട. ഏകദേശം ഒരു തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ +1 എങ്ങനെ അപേക്ഷിക്കുമെന്നുള്ളതാണ് മറ്റൊരു സംശയം കുട്ടികളുടെ. അങ്ങനെ +1 അപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ ഈ +1 സംവിധാനവും സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് ഏകജാലക സംവിധാനവും ഈ SSLCയുടെ നിങ്ങളുടെ മാർക്കും തമ്മിൽ ലിങ്കായി കിടക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും മാർക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട അപേക്ഷിക്കുമ്പോൾ. നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് അതിലേക്ക് വരും. അപ്പോൾ ഈ റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് റിസൾട്ട് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മാർക്ക് പിന്നെ ഈ ഏകജാലക സംവിധാനത്തിലേക്ക് അപ്ലോഡ് ആയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്നേരം കൊണ്ടുപോയി പുതിയ അപേക്ഷ +1 കൊടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തമ്മിലെ ഏകജാലക സംവിധാനവും റീവാലുവേഷൻ SLCയുടെ മാർക്ക് ലിസ്റ്റും ഒക്കെ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ് പരീക്ഷാഫലം. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. ഏകജാലക സംവിധാനത്തിൻ്റെ 1ാമത്തെ അലോട്ട്മെൻറ്റിന് തൊട്ട് മുമ്പ് റിസൾട്ട് വരും. ആ റിസൾട്ട് കൂടി പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അതിലും ഒരു സംശയം വേണ്ട. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ പക്ഷത്തു നിന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ റീവാലുവേഷന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ റീവാലുവേഷനും പുറമെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ സൂക്ഷ്മ പരിശോധനയുണ്ട്, അതിനെ പറ്റിയൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിനുശേഷം ഞാൻ എങ്ങനെ റീവാലുവേഷൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും കൂടി അടുത്ത ദിവസം ഇന്ന് വൈകിട്ടല്ലേ നാളെ പറഞ്ഞു തരാം, അതിൻ്റെ സർക്കുലർ ഇറങ്ങിയതിന് ശേഷം. ഓക്കെ. അപ്പോൾ ഈ SLC റിസൾട്ട് മുതൽ +1 നിങ്ങൾ പ്രവേശിക്കുന്നത് വരെ എല്ലാ വിവരങ്ങളും കൃത്യമായി വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൃത്യമായ വിവരങ്ങൾ അപ്പോൾ കിട്ടും. ഞാൻ പറയുന്ന പിന്നെ കാര്യങ്ങളൊക്കെ ഔദ്യോഗികം പോലെ കൃത്യമായ വിവരങ്ങളാണ്. ഇതിലൊരു പിന്നെ അതിശയോക്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെയും ഈ വീഡിയോയിൽ ഞാൻ പറയില്ല. കാരണം ഞാൻ SLC പബ്ലിക് എക്സാമിനേഷൻ്റെ ക്യാമ്പ് ഓഫീസറായിട്ട് ഒരുപാട് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.